അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ്, ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കണ്ണീർപ്പാടം. കണ്ണീർപ്പാടം എന്ന അദ്ദേഹത്തിന്റെ ഈ കവിത അദ്ദേഹത്തിന്റെ ജീവിതഗന്ധിയായ ഒരു കവിതയാണ്. കാരണം ഈ കവിതയിലൂടെ വൈലോപ്പിള്ളി തൻ്റെ ദാമ്പത്യ ജീവിതത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണീർപ്പാടത്തിന്റെ ആശയത്തിലേക്ക് കടക്കാം. കവി തൻ്റെ ഭാര്യയായ ഭാനുമതി അമ്മയോടൊപ്പം കുറച്ചകലെയുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ്. വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും അന്നേരം ഒരു ബസ്സുണ്ട്. ആ ബസ്സിന് പോകാനാണ് തീരുമാനം. കവി നേരത്തെ തന്നെ റെഡിയായി പുറത്തു വന്നിരിക്കുകയാണ്. ഭാനുമതി അമ്മയുടെ ഒരുക്കം തീർന്നിട്ടില്ല. ബസിന്റെ ഇരമ്പൽ കേട്ടുകൊണ്ട് ഭാനുമതി അമ്മയോടായി കവി വിളിച്ചു പറയുന്നു, നീ ഇതുവരെ റെഡി ആയില്ലേ? കല്യാണത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, അമ്പലത്തിലേക്കല്ലേ, മതി നിന്റെ ഒരുക്കം, ഇറങ്ങി വരൂ എന്ന്. പക്ഷേ ഭാനുമതി അമ്മ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഇറങ്ങി വന്നില്ല. ബസ് പോവുകയും ചെയ്തു. പിന്നീട് ഭാനുമതി അമ്മ ഇറങ്ങി വന്നപ്പോൾ കവി പറഞ്ഞു, ഇനി ഇപ്പോൾ ബസ് പിടിക്കണമെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ പോകണം. അവിടെ നിന്നേ ഉള്ളൂ ഇനി ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ റോഡ് മാർഗം ആ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ ഏറെ ദൂരം നടക്കണം. കവി പറഞ്ഞു, ഈ വയലിൽ കൂടി നമുക്ക് നടന്നാൽ കുറച്ചുകൂടി നേരത്തെ ആ ബസ് സ്റ്റാൻഡിൽ എത്താം. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു. കുറച്ച് നീരസത്തോടു കൂടിയാണ് ഭാനുമതി അമ്മയുടെ നടപ്പ്. അധികം മിണ്ടലും പറച്ചിലും ഒന്നുമില്ല. കർക്കിടക മാസമായിരുന്നു അത് കാരണം മഴക്കെടുതിയാൽ വയലാകെ മുങ്ങിക്കിടക്കുകയായിരുന്നു. നട്ടിരുന്ന ഞാറുകളൊന്നും കാണാനേയില്ല. എല്ലാം വെള്ളത്തിനടിയിലായി. അരികിൽ നിന്നിരുന്ന കൈതകളൊക്കെ അതിൻ്റെ തലപ്പ് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ആകാശമാകെ ഉരുണ്ടുകൂടി കാർമേഘത്താൽ. കവി ഇതിനെ വർണ്ണിക്കുന്നത് അനേകം പോത്തുകളെ ഒരുമിച്ച് പാടത്തേക്ക് ഇറക്കി ഉഴുതിട്ട് ചെളി കുത്തിമറിച്ച് ഇട്ടിരിക്കുന്ന കണക്കെയാണ് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നതെന്നാണ്. അദ്ദേഹം പറയുന്നു, ഉടനെ തന്നെ മഴ പെയ്തേക്കാമെന്ന് പറയുന്നു. ഉടൻ തന്നെ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു. ആ മഴയത്ത് അവർ മുന്നോട്ട് നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ കവി ഭാനുമതി അമ്മയോടായി പറയുന്നു, വഴുക്കലുണ്ട്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ. അധികം മിണ്ടലും പറച്ചിലും ഒന്നുമില്ലായിരുന്നിട്ടും കവി ഇങ്ങനെ തൻ്റെ ഭാര്യയോട് പറഞ്ഞല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോട് ഉള്ളിൽ സ്നേഹമുണ്ട്, കരുതലുണ്ട് എന്നൊക്കെ. അങ്ങനെ അവർ മുന്നോട്ട് നടക്കുന്നു. വീണ്ടും പെട്ടെന്ന് കുത്തി ഒലിച്ച് എന്തോ ഒരു ശബ്ദം കണക്കിന് മഴവെള്ള പാച്ചിൽ വരികയാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഭയം തോന്നുന്നുണ്ട്. അവിടെ പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് കവി നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ അവര് മുന്നോട്ട് നടന്നു പോകുന്നു. അദ്ദേഹം പെട്ടെന്ന് ഓർത്തു പോവുകയാണ് തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. ഇങ്ങനെ അസ്വാരസ്യങ്ങൾ നിറഞ്ഞ ഈ ദാമ്പത്യം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതായത് മുൾച്ചെടികളാൽ നിറഞ്ഞ കാട് പോലെ ആയിരിക്കുന്നു തൻ്റെ ദാമ്പത്യം. ഒരു സുഖവുമില്ല. എന്നാൽ പണ്ടത്തെ കാലത്ത് ആ വിവാഹം കഴിച്ച നാളുകൾ ഓർക്കുമ്പോൾ പനിനീർ ചെടികളാൽ നിറഞ്ഞിരുന്ന ഉദ്യാനം പോലെയായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ആദ്യ ദാമ്പത്യകാലം ഓർമ്മ വരുന്നത്. അങ്ങനെ വീണ്ടും അവരുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ, ഈ വയലിൽ കൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹം ഓർത്തു പോവുകയാണ്, പണ്ട് ഭാനുമതി അമ്മയായിട്ട് ഈ വയലിൽ കൂടി തന്നെയാണ് പണ്ട് അവളുമായി കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഒരു ദുർഗാക്ഷേത്രത്തിൽ പോയിരുന്നു. അന്ന് അവളുമായിട്ട് പോയത് അവളുടെ കയ്യിലൊക്കെ പിടിച്ച് കഥയും ഒക്കെ പറഞ്ഞ് എത്ര ആഹ്ലാദമായിട്ടായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. പിന്നീട്
ഈ വലിയ കുത്തൊഴുക്കായതിനാൽ അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ സാരി കുറച്ച് ഉയർത്തി പിടിച്ചു പോകാനായിട്ട് ഭാര്യയോട് പറയുന്നു. ഭാനുമതി അമ്മ അത് കേട്ടുകൊണ്ട് അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ സാരി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്നു. സാരി ഉയർത്തിപ്പിടിച്ചപ്പോൾ ഭാനുമതി അമ്മയുടെ ആ കണങ്കാൽ കണ്ടു. ആ കണങ്കാലിലെ ചെറിയ രോമങ്ങൾ കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം ഓർക്കുകയാണ്, അവളുടെ ഈ പാദങ്ങൾ പട്ടുമെത്ത പോലെ പനിനീർ പൂക്കൾ കൊണ്ട് വിധാനിച്ച പട്ടുമെത്തയിലൂടെ നടക്കേണ്ടിയിരുന്ന പാദങ്ങളാണ്. ആ പാദങ്ങളാണ് ഇന്ന് ഈ ചെളിയിലൂടെ ഞാൻ കാരണം, എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കാരണം ഇവൾക്ക് നടക്കേണ്ടി വന്നത്. ഇവൾ എന്തിന് എന്നെ സ്വീകരിച്ചു? ഇവൾക്ക് ഇതിലെ നല്ല ഒരു ദാമ്പത്യം കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ കവി ഓർത്തു പോവുകയാണ്. വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുന്നു. വെള്ളത്തിലാണെങ്കിൽ ധാരാളം ഞണ്ടുകളുണ്ട് വയലില്. അദ്ദേഹം വിചാരിച്ചു, എന്തുകൊണ്ടാണോ എൻ്റെ കാലിലും അവളുടെ കാലിലും ഞണ്ടുകൾ ഇറുക്കിയില്ലല്ലോ? പെട്ടെന്ന് വീണ്ടും കവി ഓർക്കുകയാണ്, ഒരുപക്ഷെ മനസ്സുകൊണ്ട് വേദനിച്ചു വരുന്ന രണ്ട് ദമ്പതികളല്ലേ, ഞണ്ടുകൾക്ക് തോന്നിയേക്കാം അവർ മനസ്സുകൊണ്ട് വേദനിക്കുന്നവരെ ശാരീരികമായി കൂടി വേദനിപ്പിക്കേണ്ട എന്ന് ഞണ്ടുകൾക്ക് തോന്നിയേക്കാമെന്ന് കവി പറയുന്നു. അങ്ങനെ മണി ഒരു 7:30 മണി ആയിട്ടുണ്ടാവും. പടിഞ്ഞാറേ തീരത്തേക്ക് കവി നോക്കുമ്പോൾ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം വയലേലകൾ ആകെ വെള്ളക്കെട്ടാണ്. ഒന്നും മനസ്സിലാകുന്നില്ല. എവിടെയാണ് വരമ്പ്, എവിടെയാണ് തിട്ട, എവിടെയാണ് ഉള്ള തിട്ടയിലൂടെയൊക്കെ അവര് ഇങ്ങനെ കാലുകൾ ഉയർത്തിപ്പിടിച്ച് പോവുകയാണ്. ഇങ്ങനെ പിന്നീട് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുക. ഇവര് നോക്കുമ്പോൾ പാലം കാണുന്നില്ല. പാലവും വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമായിരുന്നു. അതീവ ജാഗ്രതയോട് ഓരോ ചുവടും ശ്രദ്ധയോടുകൂടി വെള്ളത്തിന്റെ ആഴം നോക്കി നോക്കി അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വെള്ളപ്പാച്ചിലായിരുന്നു. കുത്തൊഴുക്ക് വന്നിട്ട് കവിയുടെ ശരീരത്തെ ആകമാനം വരിഞ്ഞു മുറുക്കുന്നത് പോലെ ഉണ്ടായിട്ട് ഒരു നിമിഷം ഭാനുമതി അമ്മയ്ക്ക് തോന്നിപ്പോയി, തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പോലും ഭാനുമതി അമ്മയ്ക്ക് തോന്നിപ്പോയിട്ട് അവർ നിലവിളിക്കുകയാണ്. പക്ഷേ ആ നിലവിളി ശബ്ദം കേട്ടപ്പോൾ കവിക്ക് തോന്നിയത് എന്താണെന്നോ? കവി വിചാരിച്ചു, ഭാനുമതി അമ്മയുടെ മനസ്സിൽ തന്നോടുള്ള അഗാധമായ ആ സ്നേഹമാണ് ഇവിടെ നിലവിളിയായി വന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവരുടെ ദേഹമാകെ ചെളി പുരണ്ടു. നനഞ്ഞു കുതിർന്ന് ചെളി പുരണ്ട ശരീരവുമായി അവർ മുന്നോട്ട് നടക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. ഒരു പയ്യനായിരുന്നു. അവനാകട്ടെ ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു പറ്റിയെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നെന്നോ, എവിടേക്ക് പോകുന്നെന്നോ ഒന്നും അന്വേഷിക്കുന്നില്ല. ഇത് കാണുന്ന കവിക്ക് തോന്നുന്നു, ഇന്നത്തെ ഈ പുതുതലമുറയ്ക്ക് ഇതെന്തു പറ്റി, ഇവർ ഇത്ര നിർവികാരരായി പോയോ എന്ന് പോലും കവി ചിന്തിച്ചു പോവുകയാണ്. ഒരു നിമിഷം അവർക്ക് തോന്നി തിരിച്ചങ്ങ് വീട്ടിൽ പോയാലോ എന്ന് പോലും ചിന്തിച്ചു പോയി. പിന്നീട് വിചാരിച്ചു, എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയതല്ലേ, ഇനി ഈറനൊക്കെ മാറ്റി പതുക്കെ ക്ഷേത്ര ദർശനം തന്നെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ്, പണ്ട് ദുർഗാക്ഷേത്രത്തിൽ അവളുമായി പോയ ആ അവസരത്തിൽ അവൾ എന്നോട് ചോദിച്ചിരുന്നു, ഞാനൊരു ആസ്തികനാണോ എന്ന്, അതായത് ഒരു ദൈവവിശ്വാസിയാണോ എന്ന്. അന്ന് ആണെന്നോ അല്ലെന്നോ ഒന്നും ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അവളോടൊപ്പം ഞാൻ ദുർഗാക്ഷേത്രത്തിൽ പോയിരുന്നു. ദേവിയുടെ അനുഗ്രഹവും കിട്ടിയിരുന്നു. പിന്നീട് ഈ കവിതയിൽ അദ്ദേഹം ദുർഗാക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിനെയും ആ ആൽത്തറയും ആ പ്രകൃതി രമണീയമായ സ്ഥലത്തെക്കുറിച്ച് അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ഈ മഴക്കെടുതിയാൽ
മുങ്ങിക്കിടക്കുന്ന വയലേലകളെയും പാലം പോലും വെള്ളത്തിനടിയിൽപ്പെട്ട ഈ ദുർഘടമായ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിപ്പോവുകയാണ്, ദുർഗ എന്നാൽ ദുർഗമസ്ഥാനത്ത് വസിക്കുന്നവൾ എന്നാണല്ലോ എന്ന്. പിന്നെ എന്തുകൊണ്ട് ദുർഗ ജനജീവിതം ഇങ്ങനെ സ്തംഭിപ്പിച്ചു കളയുന്നു? ജനജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു? അവർക്ക് സഞ്ചാരയോഗ്യമാകേണ്ട പാലം പോലും വെള്ളത്തിനടിയിൽപ്പെട്ട് ജനജീവിതം ആകെ സ്തംഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ദുർഗ ഇത് കാണാതെ പോകുന്നതെന്ന് കവി ഇവിടെ പറയുന്നു. പിന്നീട് അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. യാത്രയിൽ അദ്ദേഹം പിന്നീട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. നമുക്കറിയാം, സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നോക്കുന്ന ആ നോട്ടം, ആ രൂക്ഷമായ നോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവൾ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ മനസ്സോടെയാണല്ലോ. പിന്നെ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന തരത്തിലായിരുന്നു ഭാനുമതി അമ്മയുടെ നോട്ടമെന്ന് കവി ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പിന്നീട് പറയുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം ആകെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അധികം മിണ്ടലും പറച്ചിലും ഒന്നുമില്ലാതെ രണ്ടുപേർ ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നും, തമ്മിൽ കാണേണ്ട പോലും ഇല്ലായിരുന്നു, ഒരിക്കലും കണ്ടുമുട്ടേണ്ട പോലും ഇല്ലായിരുന്നു എന്ന് കവിക്ക് തോന്നിപ്പോവുകയാണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഈ സമൂഹത്തിൽ ഒരുപാട് ദമ്പതിമാരുണ്ട്, ഇങ്ങനെ മക്കളെ നോക്കേണ്ടത് കൊണ്ട് ചിലരൊക്കെ ദമ്പതികളായി കഴിയുന്നു എന്ന് മാത്രം. അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാതെ പോവുകയാണ്. അങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ മുന്നിലൂടെ രണ്ട് ഗ്രാമീണരായ ദമ്പതിമാര് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച്, അവരും ക്ഷേത്ര ദർശനത്തിന് പോവായിരിക്കാം എന്ന് കവി പറയുന്നു, കൈകൾ കോർത്ത് പിടിച്ച് ആഹ്ലാദ തിമിർപ്പോടെ നടന്നു പോവുകയാണ്. അപ്പോൾ കവി ചിന്തിച്ചു പോവുകയാണ്, അവരെത്ര സന്തോഷവാനും സന്തോഷവതിയുമായിട്ട് പോകുന്നു. അവർക്കൊരു ദുഃഖവും അവരുടെ മുഖത്ത് നിഴലിക്കുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ നാഗരികമായ ജീവിതത്തിന്റെ വീർപ്പ് മുട്ടലിൽ സ്നേഹം പങ്കുവെക്കാതെ നമ്മൾ എല്ലാവരും ഉള്ളിലേക്ക് വലിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഇവരുടെ ഈ ജീവിതം കണ്ട് അദ്ദേഹം ഒരു പാഠം പഠിക്കുകയാണ്. ദരിദ്രരെങ്കിലും സ്നേഹം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അവിടെ നമ്മൾ ദമ്പതികളെന്ന് പറയുമ്പോൾ പരസ്പരം താങ്ങും തണലുമാവേണ്ടവരാണ്. അവരെ കണ്ട് നമ്മുടെ കവി പെട്ടെന്ന് തന്നെ നടന്ന് ചെന്നിട്ട് ഭാനുമതി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഒടുവിൽ കവി ഇവിടെ കണ്ണീർ പാടത്തിൻ എന്ന കവിതയിൽ കവി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കണ്ണീര് കൊണ്ടുള്ള പാടത്തുകൂടിയുള്ള സഞ്ചാരമായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ അനശ്വരമാക്കുകയാണ് കണ്ണീർ പാടം എന്ന ഈ കവിത. ഏവരും ഈ കണ്ണീർ പാടം എന്ന കവിത ആസ്വദിച്ചു എന്ന് കരുതിക്കൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.